ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കൾ ഇപ്പോൾ NDA മുന്നണിയിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പാണ് അങ്ങയെ UDF-ൽ അസോസിയേറ്റ് മെമ്പറാക്കിക്കൊണ്ട്, അങ്ങയെയും അങ്ങയുടെ പാർട്ടിയെയും UDF-ൽ അസോസിയേറ്റ് മെമ്പറാക്കിക്കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തുകയും പിന്നീട് അത് വലിയ വിവാദമാകുകയും അങ്ങത് ഒഴിഞ്ഞു മാറുകയും ഒക്കെ ചെയ്തത്. ഞാൻ ചോദിച്ചു വരുന്നത് അതിനെക്കുറിച്ചല്ല. ഇപ്പോഴിതാ ഒരു പുതിയ ചർച്ച കേരള രാഷ്ട്രീയത്തിൽ നടക്കുകയാണ്. അത് കേരള കോൺഗ്രസ് M 2 ചിഹ്നത്തിൽ മത്സരിക്കുന്ന പഴയ നമ്മുടെ മാണി, KM മാണി സാറിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ അത് കൊണ്ടു നടക്കുന്നത്, ജോസ് കെ മാണി. ആ പാർട്ടി LDF വിട്ട് UDF-ലേക്ക് വരും എന്നൊരു അഭ്യൂഹം വളരെ ശക്തമാണ്. പലരും പല കഥകളും പറയുന്നുണ്ട്. ഈ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കൾ UDF-ലേക്ക് പോകണം എന്ന അഭിപ്രായമാണ്. എന്നാൽ അതിനകത്തെ 2 MLA-മാർ, ശ്രീ റോഷി അഗസ്റ്റിൻ, അദ്ദേഹം മന്ത്രി കൂടിയാണിപ്പോൾ, ജലവിഭവ മന്ത്രിയാണ്, അതുപോലെ നമ്മുടെ പ്രമോദ് നാരായൺ MLA, ഇവർ 2 പേരും LDF-ൽ തന്നെ നിന്നാ മതി എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ നിരീക്ഷകനും ഏറെക്കാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന താങ്കൾക്ക് കേരള കോൺഗ്രസ് M-ന്റെ ഭാവി എന്താണ്, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ UDF-ന്റെ ഒരു മുഖമായിരുന്നു മാണി സാറ്, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാറ്. UDF എന്ന് പറഞ്ഞാൽ ഇവരാണ്. അതെ, അങ്ങനെ നല്ല തിളങ്ങി നിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്തെങ്കിലും അവഗണന കാണുമായിരിക്കും. അവർ LDF-ൽ പോയ സമയത്ത് അപ്പോഴൊരു ചെറിയ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഈ ത്രിതല പഞ്ചായത്തൊന്ന് നോക്കണം. നേതാക്കളെല്ലാം അങ്ങനെ ഉണ്ടായിരിക്കും, പക്ഷേ അണികളൊന്നും വോട്ട് ചെയ്തില്ല. ഈ കേരള കോൺഗ്രസിൻ്റെ അണികളുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ LDF-നൊപ്പമല്ല, UDF-നൊപ്പമാണ്. ആ UDF-നൊപ്പം അവർക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ അണികൾ കൂടി നിൽക്കും. ഇപ്പോഴ് നിൽക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ വേണ്ട LDF-ൽ തന്നെ നിൽക്കണമെന്നൊരു വിഭാഗം. ഇതേതാണ് വിജയിക്കും എന്നുള്ളത് വിപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണോ അതിലേക്ക് അങ്ങ് ചായുക. അതെ, പ്രൊഫസർ ജയരാജ് അദ്ദേഹം ആരുടെ പക്ഷത്തേക്ക് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു കൺഫ്യൂഷനിലാണ്, ആശയക്കുഴപ്പത്തിലാണ്. അറിയാം ഏതാണ് വിജയിക്കണമെന്ന് നോക്കണേയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ ആഗ്രഹം, ജനങ്ങളുടെ വോട്ടാണല്ലോ ആവശ്യം. അതെ, ജനങ്ങളുടെ ഹിതം പാല മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൈസ്തവർ തന്നെയാണ് അതിലുള്ളത്. അവർക്കൊരു മനപ്പൊരുത്തം ഏതെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ട് UDF ആണ്. ആ മനപ്പൊരുത്തത്തിന് ഒപ്പം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാലേ ഇതിന് ഭാവിയുള്ളൂ. അല്ല ഒരു ഇലക്ഷനെ കൂടി നേരിട്ടിട്ട് പോവാമെന്നാണ് നമ്മുടെ മാണി സാറിൻ്റെ മകൻ തീരുമാനിക്കണമെങ്കിൽ പിന്നെ അസ്ഥികൂടം മാത്രമേ കാണൂ. അതുപോലെ ഒരു പക്ഷേ ചലിക്കാൻ കഴിയില്ല. ഇപ്പം ചലിക്കുന്ന ഈ സമയത്ത് എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നാൽ ആ പാർട്ടിക്ക് അസ്ഥികൂടമായി മാറേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവിടെ ഒരു അദ്ദേഹം ഭയക്കുന്ന, ജോസ് കെ മാണി ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. UDF-ൽ ചെന്നാൽ പഴയ പോലൊരു സ്വീകാര്യത കിട്ടുമോ? കാരണം അപ്പുറത്ത് PJ ജോസഫ് ഉണ്ട്, അദ്ദേഹവും കൂട്ടാളികളും ജോസ് കെ മാണിയുടെ മടങ്ങി വരവിനോട് ഒട്ടും തന്നെ താല്പര്യമെടുക്കുന്നില്ല. മറ്റൊന്ന്, കോൺഗ്രസ് ഇനി ഈ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ കോൺഗ്രസ് വിഴുങ്ങുമോ? ഇങ്ങനൊരു ഭയം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ സത്യത്തിൽ ജോസ് കെ മാണിക്ക് UDF ആണോ മെച്ചം, LDF-ൽ തുടരുന്നതാണോ നല്ലത്, അതോ മറ്റു വല്ല തീരുമാനവും എടുക്കുന്നതാണോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇപ്പോഴിങ്ങോട്ട് UDF-ലോട്ട് വന്നാൽ പഴയ ഇത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പഴയ ആരോഗ്യം ഇല്ലല്ലോ. പൊയ്യപ്പോഴുള്ള ആരോഗ്യം തിരിച്ചു വരുമ്പോഴില്ല. അപ്പോൾ അതിൻ്റെ അവഗണന അതിനകത്തുണ്ടാവും. ഇനി നിന്നിട്ട് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാക്കി തിരിച്ചു വരാമെന്ന് ചിന്തിച്ചാൽ ഉള്ള ആരോഗ്യം കൂടി പോകും. ഇത് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാനോ അടവ് നയങ്ങൾ ഇപ്പം മാണി സാറിൻ്റെ ഉള്ള കഴിവ് മകനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല തീരുമാനിക്കുന്നത്. പിന്നെ ഒരു കൂട്ടം ആളുകൾ ആ പാർട്ടിയിലുണ്ടെന്നൊരു കേഡർ സിസ്റ്റം ഒന്നും അല്ലല്ലോ. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴും ഇവിടെ നിന്ന് കുറച്ചുകൂടി ആരോഗ്യം നേടിയിരിക്കുന്ന ജോസഫ് സാറും മറ്റുമൊക്കെ ഉണ്ട്. അവർക്കും തൃപ്തിയായിരിക്കില്ല.
പിന്നെ വന്നു കഴിഞ്ഞാലോ എന്ന് വെച്ചാൽ സീറ്റ് ഇതൊക്കെ വരുന്ന സമയത്ത് ഉള്ള സീറ്റുകൾ എല്ലാവരും കൈയടക്കി വെച്ചിരിക്കുന്നു. ആരും വിട്ടുകൊടുക്കാനും തയ്യാറില്ല. ഇവിടെയും ഇല്ല അവിടെയും ഇല്ലാത്തൊരവസ്ഥയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ UDF അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഉചിതമായിട്ട് അവർക്ക് വന്ന് ഈ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയ ഒരു അവസരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നേരത്തെ മാണി സാറ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നുള്ള ഉയർന്ന അഭിപ്രായമാണ് മാണി സാറ് LDFനെയും UDFനെയും ഒരുപോലെ അകറ്റി മാറ്റി നിർത്തി പകരം NDAയിലേക്ക് ചേക്കേറണം എന്ന് അന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഈ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? പ്രത്യേകിച്ചും അങ്ങ് NDAയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് സംസ്ഥാനത്തെ. അന്നത്തെ ആഗ്രഹം മനസ്സാറിന് ആഗ്രഹം അതൊക്കെ അവിടെ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. അത് അന്ന് പൂർണ്ണമായിട്ട് അരമനകളും അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗം ആളുകൾക്കൊന്നും തൃപ്തിയായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് പാല മുതൽ ഇങ്ങോട്ടുള്ള മിക്ക രൂപതകളിലും ഈ ക്രൈസ്തവരുടെ മനസ്സ് BJPക്കൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേതാക്കളിൽ ഒരു ആശയക്കുഴപ്പമില്ലാതെ അണികളുടെ ആഗ്രഹമാണ് അവർ സാധിക്കുന്നെങ്കിൽ അവർക്ക് വരാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ മേഖലയും ഏറ്റവും വളർന്നു വരാൻ പറ്റുന്ന മേഖലയും ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ NDA തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ NDAയിൽ വന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. കണക്കുകൾ അത് പറയുന്നു. അപ്പോൾ ഈ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ഈ സാഹചര്യത്തിൽ NDAയിലേക്ക് വന്നാൽ അത് വിജയിക്കുമോ? തീർച്ചയായിട്ടും അവർക്ക് വിജയം തന്നെയാണ്. കേന്ദ്രം എന്തായാലും ഉടനെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്നൊന്നും ആരോട് ചോദിച്ചാലും പറയില്ല. കേന്ദ്രം എന്തായാലും BJP തന്നെ ഭരണം. തക്കതായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ സമൂഹത്തിന് ഇനി ഉള്ള ഭാവി മുകളിലോട്ട് നോക്കിയാൽ NDA തന്നെയാണ്. ആ ഭാവിക്കനുസരിച്ച് ചിന്തിച്ചാൽ ഈ പൂർണ്ണമായിട്ട് കേരളത്തിലെ BJP ഭരിക്കുന്ന അന്തരീക്ഷത്തിൽ വന്നിട്ട് പിന്നെ കാര്യമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഗവനിക്കില്ല. ഇപ്പോഴേ വന്ന് അവരുടെ അധ്വാനം കൂടി ഇതിലുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് 5 വർഷമൊക്കെ കഴിയുമ്പോൾ അവരുടെ ആഗ്രഹത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ഇതിൽ നടക്കും. അതിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണി UDFിലേക്ക് പോകുമോ, LDFിൽ തന്നെ തുടരുമോ, രണ്ടില പിളരുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ഏപ്രിൽ 2ാം വാരം വോട്ടെടുപ്പ് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് രാഷ്ട്രീയ കേരളം കരുതുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വൈകാതെ തന്നെ അറിയാം രണ്ടിലയുടെ ഭാവി എന്തായിരിക്കുമെന്ന്. നന്ദി, നമസ്കാരം.